ഹലോ മച്ചാമാരെ, SLEET ബേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു വലിയൊരു സെലിബ്രിറ്റിയെ പൊക്കാൻ വന്നതാണ്. നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും കണ്ടു പരിചയമുള്ള അരുൺ മച്ചാനാണ്. അപ്പം മച്ചാൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താ മച്ചാനെ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള നമ്മുടെ സ്വന്തം ARUN SMOKI. അച്ഛനെ കുറച്ച് വിശേഷങ്ങൾ പങ്കിടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത് യൂട്യൂബിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പം യൂട്യൂബ് ഇപ്പോൾ വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഒരു ചാനലല്ല, 2 ചാനൽ. ഒരെണ്ണം 1 മില്യൻ്റെ അടുത്ത് നിൽക്കുന്നു, ഒരെണ്ണം 100K കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ എന്താണ് യൂട്യൂബ് ലൈഫിനെ പറ്റിയിട്ടൊക്കെ മച്ചാൻ പുതുതായിട്ട് ഇപ്പം പറയാനുള്ളത്? നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറയാനുള്ളത് യൂട്യൂബിനെ പറ്റിയിട്ടെന്ന് വെച്ചാൽ എനിക്ക് മൊത്തമായിട്ട് യൂട്യൂബിലേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം കുറച്ചാൾ മുമ്പ് കയറി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ വണ്ടി കച്ചവടം മാറ്റി വെച്ചു. പിന്നെ നല്ല ക്യാമറ വാങ്ങിച്ചു. ഞാൻ കാണുന്നുണ്ട് വീഡിയോസ്. പിന്നെ 2 ചാനൽ തുടങ്ങിയപ്പോൾ പിന്നെ നിൽക്കാൻ സമയമില്ലാണ്ടായി. 2 ചാനലിൽ വീഡിയോ ഇടണം, ആ വീഡിയോ ഫേസ്ബുക്കിൽ ഇടണം. അപ്പം അതിൻ്റെ ഓട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 760K ആയിട്ടുണ്ട് ചാനല്. എത്തിക്കണം. ഭയങ്കര ആഗ്രഹം 1 മില്യൺ എത്തിക്കണം. ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ 2ാമത്തെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 100K കഴിഞ്ഞു. അപ്പൊ എനിക്ക് മുമ്പ് കിട്ടിയ പ്ലേ ബട്ടൺ എന്റെ പേരിലല്ലായിരുന്നു. അത് മറ്റേ വണ്ടി ഭ്രാന്തൻ എന്ന് പറയുന്നത് ബൈക്ക് ഭ്രാന്തൻ പേരിലായിരുന്നു. അപ്പൊ എന്റെ പേരിൽ ഒരു പ്ലേ ബട്ടൺ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. സിൽവർ. അപ്പം ഗോൾഡും സിൽവറും സ്വന്തം പേര് തന്നെ. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു വേറൊരു ചാനൽ തുടങ്ങി, വ്ളോഗ്സ് ഇടാൻ വേണ്ടി. അപ്പൊ അതിലെനിക്ക് എന്ത് വേണമെങ്കിൽ ഇടാലോ. ARUN SMOKI വ്ളോഗ്സ്. ഇത് ഓട്ടോമോട്ടീവ് ചാനൽ തന്നെ ആയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് മറ്റേ ചാനലിൽ മിക്സ് ചെയ്തിടാനാണ് പ്ലാൻ. അപ്പൊ നമുക്ക് 2ാമത്തേതായിട്ട് വരുമാനത്തിലോട്ട് കടന്നാലോ? വരുമാനം എന്ന് വെച്ചാ പോട്ടെ വരട്ടെ. കാരണം ഇപ്പം കഴിഞ്ഞ മാസം ബ്രോയ്ക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്ന് മാത്രം, എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പ്രൊമോഷൻ അവിടെ നിൽക്കട്ടെ, യൂട്യൂബിൽ നിന്നും മാത്രം എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ ഞാൻ ആദ്യം ഫേസ്ബുക്കിന് പറയാം. ഇത് നമ്മൾ വിചാരിക്കണം അത്ര ഒരു വരുമാനം കിട്ടില്ല. അതായത് നമ്മൾ എത്ര വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും മാക്സിമം ഒരു 10-15,000 രൂപ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു സമയമില്ലേ, എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കുറവാണ്. എനിക്കിപ്പോ കഴിഞ്ഞ മാസം ഞാൻ ഒരു 10-50,000 രൂപ അടുത്ത് കിട്ടിയിട്ടുണ്ട് മെയിൻ ചാനലിൽ നിന്ന്. 2ാമത്തെ ചാനലിൽ നിന്ന് ഒരു 10,000-12,000. എന്നാലും 2 ചാനലും കൂടെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഞാൻ 3 കൂടെ ആവറേജ്, 3 കൂടെ ഒരു മാസം പ്രൊമോഷനും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഒരു മേഖലയിൽ 1 ലക്ഷം രൂപ അടുത്ത് എങ്ങനെ പോയാലും കിട്ടും. ഒരു മാസം കിട്ടും 1 ലക്ഷം രൂപ. പക്ഷെ റിവ്യൂസ് ഇടുന്ന സമയത്ത് അത്രയില്ല. റിവ്യൂസിനൊക്കെ മാക്സിമം 800-900 ഒരു വീഡിയോ. ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് കണ്ടന്റ് ബ്രോയ്ക്ക് ഇപ്പം മൂവിംഗ് ആയിട്ട് നിൽക്കുന്നത്? വ്ളോഗിംഗ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഒരു ടോയ് കാർ വാങ്ങിച്ചിട്ട് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റീച്ച് ഉണ്ട്. ഫേസ്ബുക്കിൽ എനിക്ക് 1.5 മില്യൺ. പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് റിവ്യൂ കാണാനുള്ള മൂഡൊക്കെ പോയി. ട്രെൻഡിങ്ങും അത് നമ്മുടെ ചാനലിലും കാണുമ്പോൾ റിവ്യൂ ആർക്കും വേണ്ട, അവര് സ്വന്തമായിട്ട് വണ്ടിയെ പറ്റി പഠിച്ചു തന്നെ. ഓൾറെഡി ഇപ്പൊ എല്ലാവരും വണ്ടി എടുക്കാൻ പോകുമ്പോ ഇഷ്ടം പോലെ ചാനലുകളായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റിവ്യൂ ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു സ്റ്റൈലിങ് നമ്മൾ മാറ്റി. ഇനിയിപ്പോ ഏത് കണ്ടന്റിലോട്ടാ ബ്രോ ഫോക്കസ്? അല്ല, ഞാൻ ഓട്ടോമോട്ടീവ് തന്നെ. പക്ഷെ ഇനി വരണം, അതായത് ഇന്നിപ്പോ ഹയാബൂസയുടെ ഒരു വീഡിയോ ഇടും, ആ ഒരു ലെവലിലേക്ക് ആക്കി എന്റെ റിവ്യൂസ്. ഇപ്പൊ നമ്മൾ പറയണായിട്ടും കൂടുതലായിരിക്കും ഒരാൾ ഉപയോഗിച്ച ആളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ്. അവരുടെ കസ്റ്റമർ ഓണറിന്റെ തന്നെ നമുക്ക് ഒരു വണ്ടീനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഒരുപാട് ഉപയോഗിച്ചാൽ മാത്രം മനസ്സിലാവും. അപ്പൊ അതും മിക്സ് ചെയ്തിട്ട് ഇനി റിവ്യൂ ചെയ്യാൻ പോകും. അവരുടെ ഭാഗത്ത് നിന്നോട്ട് ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ഇല്ല. 10 ലക്ഷം വേണ്ടി ഇപ്പൊ ഒറ്റ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ഇല്ല. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. നമ്മുടെ തൃശ്ശൂർ ഷോറൂമിൽ തന്നെ എന്റെ ഒരു അരുൺ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എന്റെ ഈ ഓട്ടോമോട്ടീവ് ചാനലാണ്. ഏതായാലും ഞങ്ങൾക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട, അങ്ങനെയാണ് ഇപ്പൊ പലരും പെരുമാറ്റം പറയുന്നത്. അപ്പൊ ബ്രോയ്ക്ക് ഇത്രയും ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഈ ഒരു അവസ്ഥ, അപ്പൊ ഞങ്ങളെ കണക്കുള്ള കൊച്ചു ചാനൽ വേറെ അവസ്ഥ എന്നാലോചിച്ചു. ഞാൻ എന്തിട്ട് ചെയ്യുന്നത് വെച്ചാൽ റിവ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫുൾ ആയിട്ടുള്ള സ്റ്റൈൽ. ഇനിയുള്ള ചോദ്യം ഞാൻ വണ്ടിയെ പറ്റിയിട്ട്, ബൈക്കിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പം ബ്രോയുടെ കയ്യിൽ ഇപ്പം നിലവിൽ ഇരിക്കുന്ന വണ്ടികളും പിന്നെ ഇനി ഭാവിയിലോട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടികളും അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു. ഞാനിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് C800 ഉണ്ട്. സൂപ്പർ ബൈക്ക് ആയിട്ട്. സൂപ്പർ ബൈക്ക് ചെറിയൊരു സൂപ്പർ ബൈക്ക് അല്ല, സൂപ്പർ ബൈക്ക് ആയിട്ട്. പിന്നെ ഒരു Xpulse 200 ഉണ്ട്, ARUN 5 അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. സ്വന്തമായിട്ട് ബ്രോയ്ക്ക് ഇപ്പൊ സ്വന്തമായിട്ട് എത്ര വണ്ടിയുണ്ട്? ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈക്കിളും പിന്നെ Xpulseഉം പിന്നെ C800. പിന്നെ സെയിലിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ള വണ്ടികൾ. പിന്നെ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ്, എന്താ വെച്ചാൽ പണ്ട് പിന്നെ യൂസ്ഡ് KTM എന്ന് പറയുന്ന ഒരു പേജ് എപ്പോഴായാലും ഫോക്കസ്, നമ്മളൊരു വണ്ടി കയറി നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിന്നൊരു പിന്നെ പേജാണ് യൂസ്ഡ് KTM. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ
കുറച്ച് മാസങ്ങളായിട്ട് അതിനൊരു ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിം ബാക്കിലോട്ട് വന്നിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്റെ യൂട്യൂബ് വണ്ണം എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ എന്റെ സെയിൽസ് മാറ്റി വെച്ചേക്കാം. എനിക്ക് കച്ചവടം കുറച്ചു വരുമാനം എന്നുള്ള ഒരു ഭാഗമല്ല, നമുക്ക് എങ്ങനെയെങ്കിലും എന്റെ ആ ചാനൽ ഒരു നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു മൈൻഡ്, കോൺസെൻട്രേഷൻ ഫുള്ള് യൂട്യൂബിലേക്ക് ആക്കി. അതിന് വേണ്ടിട്ട് ഇപ്പൊ കണ്ടന്റുകൾ എടുക്കാൻ പോകണം. നമ്മള് പണ്ട് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കണം, ഇവിടെ റിവ്യൂ ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ഒരു ചിലപ്പോൾ കണ്ടന്റ് എടുക്കണം എറണാകുളത്തോ, അപ്പൊ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയോടെ ഈ ബൈക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റാത്ത, പിന്നെ വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയപ്പോ പിന്നെ കുറച്ചു. പിന്നെ വേറെ കേസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് ഇപ്പൊ 400K ലൈക്ക് എന്റെ ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോസിന് ആഡോൾക്ക് 10 റീച്ച് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിർത്തിയിട്ടില്ലേ, വൈകാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു കൊറോണ കാലം ഇങ്ങനെ കഴിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു നേരത്തെ ജീവിതവും ഈ കൊറോണ ജീവിതവും തമ്മിൽ, എന്ന് വെച്ചാൽ കൊറോണ കാലയളവിലുള്ള ജീവിതവും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് ബ്രോയ്ക്ക്? കൊറോണയാണ് ശരിക്കും എല്ലാം തകർത്തതെന്ന് പറയാം. പലരും പാഠങ്ങൾ പഠിപ്പിച്ചത് കൊറോണയാണെന്ന് പറയുന്നത്. നല്ലൊരു ഫ്ലോയില് പോയോണ്ടിരുന്ന ചാനലെല്ലാം നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് ഇപ്പൊ ഒരു മലേഷ്യയിലൊക്കെ ഇരിക്കേണ്ട ഞാനാണ് കൂടെ നിന്നിട്ട് സംസാരിക്കുന്നത്. സത്യമാണ്, നമ്മളും ഒരുപാട് പ്ലാനുകളുണ്ടായിരുന്നു, ട്രാവലിംഗ് വീഡിയോസ്, പിന്നെ ഇന്ത്യയുടെ പുറത്ത്. പക്ഷെ അതൊക്കെ തെറ്റിപ്പോയി. പക്ഷേ ചിലവർക്ക് ആ ഒരു കൊറോണയുടെ ആ ഒരു സമയം ബെനിഫിറ്റ് ആയിട്ട് വന്ന ചിലവർക്ക് ശരിയാവും, നമുക്ക് ശരിയാവില്ല. നമുക്ക് പിന്നെ ഒട്ടും ശരിയല്ല. നമ്മുടെ ഫുള്ള് പുറത്തുള്ള കളികളല്ലേ, നമ്മള് വീട്ടിലിരുന്നിട്ടുള്ള ഒറ്റ പരിപാടി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൊറോണ എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങോട്ട് തിരിച്ചു വലിച്ചെടുത്തു. 500 കയ്യിൽ അങ്ങോട്ട് നിന്നാ എന്റെ ചാനല്. നമ്മൾ സീറോയിന്ന് വന്നവരാണല്ലോ, അപ്പൊ നമുക്ക് പിന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് അതൊന്നും ഒരു ബാധകം. ഇനി ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇത്ര നാളെ നമ്മൾ പ്രസന്റ് കടന്നുപോയി, ഇനി ഭാവിയിലോട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബ്രോയുടെ ചാനലില് ട്രാവലിംഗ് എങ്ങനെയാണ്, ബ്രോയുടെ വണ്ടിയുടെ ഭാവി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, വണ്ടി ഫീൽഡ് എങ്ങനെയാണ് ഭാവിയിലോട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മേഖലയൊക്കെ ഒന്ന് പറയാമോ? അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യും. ആ ഒരു ഷോപ്പ് എന്റെ സ്വപ്നമായിരുന്നു. ആ ഈ ഷോപ്പ് ഇടാൻ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ആയ സമയത്ത് പ്രളയം വന്നു. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം സെറ്റ് ആവുന്ന സമയത്ത് ഇത് വന്നു, വീണ്ടും പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി ഈ വർഷം ഇട്ടിരിക്കുന്നു പറഞ്ഞപ്പോ കൊറോണ വന്നു. ഷോപ്പ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഷോപ്പാണ് ബ്രോ? സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്സ്. ഇത് ഈ ഓൺലൈനിൽ നിന്ന് നേരെ ഒരു ഷോപ്പിലേക്ക് മാറ്റാനുള്ള അങ്ങനെയുണ്ട്. പിന്നെ ഈ ഹെൽമെറ്റ് അത്തരത്തിലുള്ള ഒരു ഷോപ്പും പ്ലാൻ ഉണ്ട്. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് ഒക്കെ ഇപ്പൊ തളങ്ങി തെറ്റി കിടക്കണോണ്ട് അടുത്ത വർഷത്തേക്ക് മാറ്റി. അടുത്ത വർഷം ഒരു ദുരന്തമൊന്നുമില്ല. പിന്നെ വീടൊക്കെ വെക്കാൻ പല വീടുകളിലും ഞാൻ കണ്ട വീടൊക്കെ വെക്കാനായിട്ട് ഭയങ്കര സേവിങ്സ് ഒക്കെ ആണെന്നുള്ള. എനിക്ക് 2022 വരെ സമയമുണ്ട്. അത് നമുക്ക് ഇപ്പൊ ഓരോ പ്ലാൻ ഉണ്ടാവും. ഇന്ന വർഷം കാറ്, ഇന്ന വർഷം അടുത്ത ബൈക്ക്. ഇനി അടുത്ത ബൈക്ക് ഏതാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇനി പോണത് 1000 cc അടുത്ത സ്റ്റെപ്പ്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ C900 എടുക്കും. പിന്നെ ഒരു ചെറിയൊരു സ്വപ്നം കയറിയുണ്ട് S1000RR. പക്ഷെ ഞാനത് ഉറപ്പ് പറയില്ല. ഞാൻ ചോദിക്കട്ടെ, 4 വീല് ഇപ്പൊ ടാറ്റയുടെ ഇരിക്കുന്നില്ലേ, അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വല്ല പദ്ധതിയും പ്ലാനും വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞാൻ മാക്സിമം ഉപയോഗിച്ച് നമ്മളൊരു ഫുഡ് കുറെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ വണ്ടി മടുത്തുന്നാണോ? മടുത്തുന്നല്ല, പക്ഷെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോഴല്ല, അതിന് സമയമില്ല. ആദ്യത്തെ പ്ലാൻ ഞാൻ പറഞ്ഞു വീട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായാലും കാർ നമ്മൾ മാറ്റും. കൊറോണ കാരണം ഭാവി എങ്ങനെയാണെന്ന് അറിയില്ലോ. അപ്പൊ അങ്ങനെ ഒരു കുറെ ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടാണ് നെക്സോണിലേക്ക് എത്തിയത്. നെക്സോൺ ഇപ്പം നല്ല രീതിയിൽ ആദ്യമായിട്ട് എടുത്ത കാറ് അത് ടാറ്റയുടെ കാറ്. അപ്പൊ പിന്നെ എന്തായാലും ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും ചിലപ്പോ ടാറ്റയിലേക്ക് ആയിരിക്കും. ഇപ്പൊ കിയയുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ഞാന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു ഫുഡ് കഴിക്കാണ്ട് അതിനെ കുറിച്ചിട്ട് പറഞ്ഞു തല്ലു. അപ്പം ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. അപ്പൊ നമ്മളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. കാണാൻ പറ്റിയതിൽ സന്തോഷം. എനിക്കും വളരെ സന്തോഷം. അപ്പൊ ഈ ഒരു മച്ചാന്റെ ഒരു പിന്നെ ഔട്ടർ പറഞ്ഞു, കാരണം വെച്ചാൽ എന്നും നമ്മുടെ ചെറിയൊരു ഔട്ടർ വൈൻഡ് അപ്പ് ചെയ്തു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞു, ജസ്റ്റ് നമുക്കിടെയും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. എന്റെ ഔട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറയില്ല, ഞാൻ പറയാറില്ല. പിന്നെ ബെല്ലൈക്കൻ ചവിട്ടി പിടിച്ച് ഇങ്ങനെ അടിക്കും. ബെല്ലിന്റെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറയാം, അതെന്റെ വായിൽ അറിയാതെ ഇങ്ങനെ ഓട്ടോമാറ്റിക് സെറ്റായി. ഇത് ഞാൻ മൈൻഡ് ഇപ്പൊ കുറെ വട്ടം സ്റ്റൈല് മാറ്റി ഇപ്പൊ അവസാനം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. അതുവരെയും മച്ചവരെ ബൈ ബൈ. റൈഡർ സ്ലീറ്റ് ബൈ ആൻഡ് അരുൺ സ്മോക്കി. ഓക്കെ, ടാറ്റാ.